അനുമോളുടെ ചെരുപ്പാണെങ്കിൽ എടുത്ത് ഷാനവാസിക്ക കിച്ചണിൽ ഏറ്റവും മുകളിൽ വെക്കുന്നുണ്ട്. അത് അനീഷേട്ടനെ വിളിച്ചുകൊണ്ട് വന്ന് എടുപ്പിച്ച് കൊടുക്കുന്നു. അപ്പം നെവിനോട് ചോദിക്കുന്നുണ്ട്, നീയാണോ ആ ചെരുപ്പെടുത്ത് മേലിൽ വെച്ചത്? ഞാനൊന്നും അല്ല, മനസ്സവാച ഞാൻ അറിഞ്ഞിട്ടില്ല. അനീഷേട്ടൻ പറയുന്നുണ്ട്, ഇത് ക്യാപ്റ്റനോട് പറയണം, ക്യാപ്റ്റനെ വിളിക്കുന്നു. അപ്പോൾ അനുമോൾ പറയുന്നത്, വേണ്ട ഏട്ടാ വേണ്ട, കിട്ടിയല്ലോ, ഇതിൻ്റെ മറ്റേ പാർട്ട് എന്തെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടെന്ന് പറയുന്നു. നൂറെ വിളിച്ചിട്ട് പറയുന്നു, ഇതുപോലെ അനുമോളുടെ ചെരുപ്പ് എടുത്ത് മുകളിൽ വെച്ചിരുന്നു, ആരാണെന്ന് അറിയണം, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അത് മീറ്റിംഗ് കൂടിയിട്ട് പറയണം, ഇപ്പം തന്നെ ചോദിക്കാൻ അത് മിക്കവാറും ഷാനവാസിക്കയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഷാനവാസിക്കയുടെ അടുത്ത് പോയി നൂറ ചോദിച്ച് ചിരിച്ചു പറയുന്നുണ്ട്. അനീഷേട്ടൻ പറഞ്ഞിരിക്കുന്നതിന് മീറ്റിങ്ങിൽ ചോദിക്കണമെന്നാ അവളുടെ ചെരുപ്പെടുത്ത് പൊക്കത്ത് വെച്ചേക്കുന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ട് അവിടെ. മാത്രമല്ല ആദില നൂറയായിട്ടുള്ള പ്രശ്നത്തിലും അനുമോൾ ആകെ ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് ആരുടെയും പ്രത്യേകിച്ച് മിണ്ടിയും പറയുകയൊന്നും ചെയ്യാതെ ഒറ്റപ്പെട്ട് നടക്കുന്നത് കണ്ടിട്ട് നെവിനാണെങ്കിൽ ഇന്നലെ പോയി അനുമോളോട് പറയുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല, ആ വെള്ളം ഒഴിച്ച വിഷയം നീ ഇങ്ങ് മനസ്സിൽ നിന്ന് വിട്ടുകള, അപ്പോഴത്തെ ദേഷ്യത്തിന് പറ്റിയതാ, ഞാൻ അപ്പോഴേ വിട്ടെന്ന് അനുമോളും പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അനുമോളോടെ മിണ്ടാനായിട്ട് നടക്കുന്നുണ്ട് നെവിൻ. മാത്രമല്ല അക്ബറും വന്നിരുന്ന് ഊഞ്ഞാലി ഇരിക്കുന്ന അനുമോളോട് സംസാരിക്കുന്നു. നീ ആ ബസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് ഇപ്പോൾ റിഗ്രറ്റ് തോന്നുന്നുണ്ടോ? ആ സാഹചര്യത്തിൽ അങ്ങനെ പറ്റിപ്പോയതാ, അക്ബർക്ക് അല്ല വേറെ ആരെൻ്റെ പിറകെ വന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിലും ഞാനങ്ങ് പറഞ്ഞു പോയേനെ, ആ ദേഷ്യത്തിന് പറഞ്ഞു പോയതാണെന്നൊക്കെ അനുമോളും പറയുന്നുണ്ട്. അക്ബർ ആണെങ്കിൽ നെവിനോട് പറയുന്നുണ്ടായിരുന്നു, ആദില പറയുന്നത് ദേഷ്യം കൂടുമ്പോൾ ചൊറിഞ്ഞോണ്ടേയിരിക്കും, ഞാൻ ഒന്നും പറയുന്നില്ല, പ്രേക്ഷകരുടെ വിധിക്ക് വിട്ടുകൊടുത്തേക്കുക. എനിക്ക് തോന്നുന്നു ആദിലെ നൂറെ ഇങ്ങനെ അനുമോളെ ഒറ്റപ്പെടുത്തുന്നത് കണ്ടിട്ട് നെവിന് സങ്കടം തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് മിണ്ടാനൊക്കെ നടക്കുന്നതെന്ന്. നെവിനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഇവിടെ റിയലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അനുമോൾ പറയുന്നത്, നീ ദേഷ്യപ്പെടുമ്പോഴൊക്കെ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്, നീ റിയലായിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്ന്. നെവിനാണെങ്കിൽ പറയുന്നത്, ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം ബിഗ് ബോസ് ഹൗസിലെ എല്ലാവർക്കും ഒരു പാർട്ടി കൊടുക്കുന്നതായിരിക്കും. അതേസമയത്ത് കിച്ചണിൽ അനുമോളും ആദിലയും നൂറയും നെവിനും അനീഷേട്ടനൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഓരോ സ്പൂണൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് എനിക്ക് കോരി തന്നാൽ കഴിക്കാമെന്ന് ആദില പറയുമ്പോൾ കോരി കൊടുക്കുന്നു. എൻ്റെ ഫെയിം കണ്ടിട്ട് കോരി തരുവാണോ എന്ന് ആദിലയാണെങ്കിൽ അനുമോൾ നിൽക്കുന്നത് കണ്ടിട്ട് കുത്തി പറയുന്നു. അന്നേരം നെവിൻ കറക്റ്റ് മറുപടി കൊടുക്കുന്നുണ്ട്, അതിന് കുത്തിയൊന്നും വേണ്ട, ആ കൊച്ചിന് ബോധം വന്ന്, എന്തായാലും ഈ എവിക്ഷന് നമുക്ക് മനസ്സിലാവുമെന്നും പറഞ്ഞുകൊണ്ട് ആദിലയും നൂറയും നെവിനും ഒക്കെ ചിരിക്കുന്നുണ്ട്. പെരയെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്തിട്ടാണ് അവർ രണ്ടാളും പറയുന്നത് അനുമോളും മിണ്ടുന്നില്ലെന്ന്. ഇതുപോലൊരു ഫ്രണ്ട്സ് ആർക്കും കിട്ടാതിരിക്കട്ടെ എന്ന് ചിലപ്പം തോന്നിപ്പോവും.